ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തോന്നിയപ്പോഴാണ് അങ്ങനെ വർക്കൗട്ട് പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആഡിവേഴ്സിൻ്റെ ഈ ഒരു വളരെ ഡിഫറെൻ്റ് ആയ യുണീക്കായ പുതുമയാർന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മളുടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ടൊവിനോ എന്ന് പറഞ്ഞ ഒരു നടനുപരി ലൈക്ക് ഐ സെഡ് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക്, ഒരു ആക്ടിവിറ്റി എക്സ്പേർട്ട് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. എന്ത് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും അതിവിടെ ലോഞ്ച് ചെയ്തപ്പോഴും? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ആ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ പുലിവാൽ കല്യാണത്തിലെ ഇവരെല്ലാവരും കോട്ടൊക്കെ ഇട്ടിട്ട് നടുക്ക് ഞാനിതിട്ടിട്ട് ആ ഒരു ഫ്രെയിമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഫ്രീക്കൊന്നുമല്ല. അതായത് എൻ്റെ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് ശരീര സൗന്ദര്യം കുറച്ചൊക്കെ, ശരീര സൗന്ദര്യത്തിനേക്കാളും കൂടുതൽ ഓരോ സിനിമയ്ക്കനുസരിച്ച് ശരീരം മാറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒന്ന് ഫിറ്റായിരിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തോന്നിയപ്പോഴാണ് അങ്ങനെ വർക്കൗട്ട് പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് അത് റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ വർക്കൗട്ട് കൂടുതലും ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് വർക്കൗട്ട്സാണ്. അതായത് നമ്മൾ വെറുതെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് ഇത്ര റെപ്സ് ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു ഫൺ ആക്ടിവിറ്റി പോലെ നമ്മുടെ വർക്കൗട്ടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും നല്ലൊരു എക്സസൈസും റിലാക്സേഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളിലൊക്കെ എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുള്ളൂ ഇങ്ങനെ ഒരു ഫൺ ഓബ്സ്റ്റക്കിൾ ചലഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നത്. പണ്ട് ടി വിയിലൊക്കെ മറ്റേ ടക്കേഷി കാസിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയുക, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വളരെ മിനിയേച്ചർ വേർഷനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒബ്സ്റ്റക്കിൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമ്മളത് ചെയ്യാറുമുണ്ട്. ഇതിനകത്ത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇങ്ങനത്തെ ഫൺ കാര്യങ്ങളിലാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ പറ്റുള്ളൂ, തോറ്റാലും കുഴപ്പമില്ലാത്ത കാരണം. അപ്പോൾ അങ്ങനെ ഒരു ഫൺ കോമ്പറ്റീഷൻ വേണം, എന്നാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോലും ആ കളിയേക്കാൾ കൂടുതൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ലെഡ്ജിങ്ങും അതിൻ്റെ ഇടയ്ക്കുള്ള കള്ളക്കളിയും ഒക്കെ ആണല്ലോ അതിനെ ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുപോലെ ആ ഫൺ നഷ്ടപ്പെട്ടു പോവാതെ ഇങ്ങനെ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുമായിട്ട് ഒരു ഗംഭീരമായിട്ട് നമുക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളറിയാതെ തന്നെ ആ ഫിറ്റ്നസ് എന്നുള്ള ഇത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നും പോകും. അപ്പോൾ ഒരു 7 days ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 7 ദിവസം ഉണ്ട്, എപ്പോഴെങ്കിലും കുടുംബമായിട്ട് വരുമോ? കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന സമയമാണ് പിള്ളേരുടെ വെക്കേഷൻ മാത്രമേ അങ്ങനെ പോകാൻ പറ്റാറുള്ളൂ. പക്ഷെ അത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. മെയിൽ മാത്രം യാത്ര ചെയ്യുന്ന ആളൊന്നും അല്ല, എപ്പോ ബ്രേക്ക് കിട്ടിയാലും നാട് വിടുന്ന ആളാ ടോവി. പിള്ളേരുടെ വെക്കേഷനൊക്കെ അനുസരിച്ച് അപ്പൊ അതുപോലെ അങ്ങനെ ഒരു 7 ദിവസം ഇങ്ങനത്തെ ചലഞ്ചസും ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിട്ട് 8ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും, കാര്യം നമ്മൾ പണ്ട് പോകോ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ പങ്കെടുക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും ഇതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും. ഇത് ഈ ഒരു വർഷം മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ ഇപ്പോൾ കൊച്ചിയിൽ ആണ് ഇപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ അതല്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് പല ഒരേ വർഷത്തിൽ തന്നെ പല തവണകളിലായിട്ട് നടക്കാൻ പറ്റട്ടെ. ഇതുപോലെ വർഷങ്ങളോളം ഇത് തുടർന്ന് പോകാൻ പറ്റട്ടെ. ഇത് നമുക്കൊരു ആചാരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായി മാറട്ടെ. കാര്യം അത്രയും ഫണ്ടും അത്രയും ആളുകൾ ഒത്തുകൂടുമ്പോൾ തന്നെ അവിടെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അതിങ്ങനെ ഉള്ളൊരു ഫണ്ടിന്റെ ഉത്സവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Absolutely. I think Fazil, you should be on stage when we're talking about these things. Rebin, you also should be on stage because നിങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞു വിട്ടില്ല, നിങ്ങളങ്ങ് പോയി. നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. പിന്നെ ആക്ച്വലി ഒരു എക്സൈറ്റിംഗ് കാര്യം കൂടെ ഞാൻ ചോദിക്കണം. അപ്പം യങ്സ്റ്റേഴ്സിനെ മുന്നിൽ നിർത്തിയാണ് ഐ തിങ്ക് ഫാസിൽ ആൻഡ് കമ്പനി ഇത് ചെയ്യുന്നത്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആവും, എസ്പെഷ്യലി ബിക്കോസ് നമുക്കറിയാമല്ലോ യുവത്വത്തിൻ്റെ ഒരു ഗുഡ് തിങ്സ് ആൻഡ് പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഹൗ ഡു യു തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ദം? എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിൽ ഓക്കെ,
മുകളിലോട്ട് പോകുമ്പോൾ ഏജ് ക്യാപ്പ് ഉണ്ടോ? ആ, അത് മനസ്സുകൊണ്ട് കഴിക്കുന്ന എത്ര പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വരാം അല്ലേ? അത് യുവത്വത്തിനെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ എന്താ പറയുക, ചുറ്റും കുറേ സ്ട്രെസ്സും പ്രഷറും ടെൻഷനും, നമ്മളുടെയൊക്കെ ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. ഇതൊക്കെ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു അൺവൈൻഡിങ് ഭയങ്കര അത്യാവശ്യമാണ്. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഭയങ്കര മാത്രമല്ല നമുക്ക് ഈ വെറുതെ ഡിപ്രഷൻ അടിച്ചും ഡാർക്ക് ഇരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഫൺ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. Yeah, definitely. I think Fazil, you should talk about this anti-drug campaign, right? You're pushing that quite a lot. I think it's on. ആക്ച്വലി ഇതൊരു സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനാണ്. നമ്മളൊരു ഹൈ ഓൺ ലൈഫ് നോട്ട് ഇൻ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു മോട്ടോ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.